ഇടുക്കിയിലെ ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ എന്ന കാട്ടാന വീട് തകർത്തു. തിങ്കകണ്ഠം സ്വദേശിനിയുടെ വീടാണ് പൂർണ്ണമായും ആന തകർത്തെറിഞ്ഞത്. പ്രദേശവാസി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടുവെന്ന് വാർത്ത. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ലാൽകൃഷ്ണൻ, ഞാൻ വിശ്വസിക്കുന്ന ഈ ആന തകർത്തതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് എന്നാണ് വിവരങ്ങൾ. അതെ സ്കീൻ, അത് ആന തകർത്തതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്. പുലർച്ചെ 3 മണിയോട് കൂടിയാണ് എത്തിയത്. നമുക്ക് ഈ ചിന്നക്കനാൽ മേഖലയിൽ അരിക്കൊമ്പനും ചക്കക്കൊമ്പനൊക്കെ കൂടി ഉണ്ടാക്കിയ ഓളം എത്രത്തോളമാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. മേഖലയിലുള്ള ആളുകളെല്ലാം ഒരു ഘട്ടത്തിൽ ഈ കാട്ടാനശല്യത്തിനെതിരെ രംഗത്ത് വന്നവരാണ്. ഈ അരിക്കൊമ്പൻ പോയതിനു ശേഷം ചക്കക്കൊമ്പൻ ഒരിക്കലും അടങ്ങിയിരുന്നിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയാണ്. ചക്കക്കൊമ്പൻ ഇന്നലെ പുലർച്ചെ കാണിച്ചതിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. അതായത് ഈ വീട്ടിലുള്ള ഈ മറിയക്കുട്ടി എന്ന് പറയുന്ന സ്ത്രീ, പ്രായമുള്ള ആളാണ്. അവർ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയതാണ്. ആ സമയത്ത് വീട് നോക്കാൻ വേണ്ടിയിട്ട് രാജരത്നം എന്ന പേരുള്ള അയൽവാസിയായിട്ടുള്ള ഒരു യുവാവിനെ ഏൽപ്പിച്ചതാണ്. ഈ രാജരത്നം വീടിൻ്റെ തിണ്ണയിൽ കിടന്നുറങ്ങുന്നതിന് സമയത്ത് വീടിന് മുമ്പിലുണ്ടായിരുന്ന പ്ലാവ് പെട്ടെന്ന് ഭയങ്കരമായിട്ട് അനങ്ങുന്ന കേട്ട് ഞെട്ടി എണീറ്റ് നോക്കുമ്പോഴാണ് ചക്കക്കൊമ്പൻ പ്ലാവിക്ക് വലിഞ്ഞു കയറി ചക്ക പറിക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ട് കാണുന്നത്. ചക്കക്കൊമ്പനെ കണ്ട വഴി തന്നെ രാജരത്നം വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആ ഓടി രക്ഷപ്പെടുന്ന കണ്ടതിന് പിന്നാലെ പരാക്രമവുമായിട്ടെത്തിയ ചക്കക്കൊമ്പൻ ആ വീട് പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. തലനാരിഴയ്ക്ക് രാജരത്നം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. പുലർച്ചെ 3 മണിക്കാണ് ഈ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം ഈ അച്ഛൻ വേളവും വീട് തകർന്ന കേട്ട് നാട്ടുകാർ ഓടിക്കൂടുകയും പാട്ട പൊട്ടിക്കുകയും പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്താണ് ചക്കക്കൊമ്പനെ കാട് കയറ്റിയത്. ഈ മേഖലയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്കാർക്കും കൃത്യമായിട്ടുള്ള രേഖകളില്ലാത്തവരാണ്. അതായത് പലരും കൈവശരേഖ ഉണ്ട്, പലർക്കും കൈവശരേഖയില്ല, പട്ടയമില്ലാത്തവരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അവർക്ക് അത് തിരിച്ചു നൽകുന്നതിനുള്ള സർക്കാർ സംവിധാനവും ഈ നാട്ടിലില്ല. രത്നം ചുരുക്കത്തിൽ ആശുപത്രിയിൽ കിടക്കുന്ന മറിയക്കുട്ടി തിരിച്ചെത്തി കഴിയുമ്പോൾ അവർക്ക് താമസിക്കാൻ ഒരു വീട് ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇത് മൺകട്ട കൊണ്ട് പണിത ഒരു വീടായിരുന്നു. ആ വീട് പൂർണ്ണമായും തകർന്ന സ്ഥിതിക്ക് ഇനി എവിടെ പോകും എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. ആ മേഖലയിൽ പൊതുവായൊരു പ്രശ്നം കൂടിയാണ്. പക്ഷേ ചക്കക്കൊമ്പൻ്റെ കാര്യത്തിൽ ഈ വിഹാരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ പല വീടുകളും തകർത്തിരുന്നു. ഭാഗികമായിട്ടാണ് ചില വീടുകൾ തകർത്തതെന്ന് പറയാം. ഇത് പൂർണ്ണമായിട്ടും തകർത്തിട്ടുണ്ട്. ഇപ്പോഴും ചക്കക്കൊമ്പൻ്റെ പരാക്രമം ആ മേഖലയിൽ തുടരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.